തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കൊച്ചി നഗരസഭ തിരിച്ചുപിടിച്ച UDF 76 സീറ്റിൽ 46 സീറ്റ് സ്വന്തമാക്കി. കൊച്ചി നഗരസഭ തിരിച്ചുപിടിച്ച് UDF വ്യക്തമായ മേൽക്കൈയോടുകൂടിയാണ് ഇത്തവണ കൊച്ചി നഗരസഭ UDF പിടിച്ചെടുത്തത്. 76 ഡിവിഷനിൽ 46 ഡിവിഷനുകൾ UDFന് ലഭിച്ചപ്പോൾ 20 ഡിവിഷനുകൾ LDFനും 6 ഡിവിഷൻ BJPക്കും 4 ഡിവിഷൻ മറ്റുള്ളവർക്കും ലഭിച്ചു. ഈ മറ്റുള്ളവരിൽ 3 പേരും LDF സ്വതന്ത്രരാണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. 9ാം ഡിവിഷൻ ഐലൻഡ് നോർത്തിന്റെ ഫലമാണ് ആദ്യം തന്നെ വന്നത്. ഈ ഡിവിഷനിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ BJPയുടെ പത്മകുമാരിയോട് പരാജയപ്പെടുകയായിരുന്നു. നഗരസഭ 1ാം ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഷേനി മാത്യു ആണ് വിജയിച്ചത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി LDFന്റെ ഷീബാലാലിനെ ഷേനി മാത്യു പരാജയപ്പെടുത്തിയത്. നഗരസഭ 2ാം ഡിവിഷനിൽ UDFന്റെ ഫൗസിയ സജീർ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ ഷക്കീലയെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പരാജയപ്പെടുത്തുകയായിരുന്നു. നഗരസഭ 3ാം ഡിവിഷനിൽ കോൺഗ്രസിന്റെ റഹീന റഫീഖ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി CPMന്റെ സബീല ഉസ്മിദിനെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പരാജയപ്പെടുത്തുകയായിരുന്നു. ഇവിടെ CPMനകത്ത് പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതും UDFന്റെ വിജയത്തിന് കാരണമായതായാണ് പറയുന്നത്. നഗരസഭ 4ാം ഡിവിഷനിൽ സിറ്റിംഗ് കൗൺസിലർ കൂടിയായ KA മനാഫ് 1000-ൽ താഴെ വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി CPMന്റെ രേഷ്മ PR-നെ പരാജയപ്പെടുത്തുകയായിരുന്നു. മനാഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് വിജയത്തിന് ആക്കം കൂട്ടിയത്. നഗരസഭ 5ാം ഡിവിഷൻ ചെർളയിൽ BJPയുടെ പ്രവിത വിജയകുമാർ വിജയിച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് പ്രവിത വിജയകുമാർ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്യാമള S പ്രഭുവിനെ പരാജയപ്പെടുത്തിയത്. ഇവിടെ BJPയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് ശ്യാമള S പ്രഭു മത്സരിച്ചത്. നഗരസഭ 6ാം ഡിവിഷൻ മട്ടാഞ്ചേരിയിൽ UDFിലെ ഷീജ നവാസാണ് വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി LDFിലെ അനില PHനെ 100-ലേറെ വോട്ടുകൾക്കാണ് ഷീജ നവാസ് പരാജയപ്പെടുത്തിയത്. ഇവിടെ കടുത്ത മത്സരമാണ് നടന്നത്. ഫലത്തിലും ഇത് കാണാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. നഗരസഭ 7ാം ഡിവിഷൻ ചക്കാമാടത്ത് LDFിലെ സുഹാന സുബൈർ വിജയിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സുനിത അഷ്റഫിനെയാണ് 400-ലേറെ വോട്ടുകൾക്ക് സുഹാന സുബൈർ പരാജയപ്പെടുത്തിയത്. നഗരസഭ 8ാം ഡിവിഷൻ കരുവേലിപ്പടിയിൽ UDFന്റെ കവിത ഹരികുമാറാണ് വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി LDF സ്വതന്ത്ര റോസ്ലിൻ ജൂഡിനെയാണ് കവിത ഹരികുമാർ പരാജയപ്പെടുത്തിയത്. കവിത ഹരികുമാറിന് 1290 വോട്ട് ലഭിച്ചപ്പോൾ റോസ്ലിൻ ജൂഡിന് 1096 വോട്ടാണ് ഇവിടെ ലഭിച്ചത്. 9ാം ഡിവിഷൻ ഐലൻഡ് സൗത്തിൽ BJP ജയിച്ചു. 10ാം ഡിവിഷൻ രവിപുരത്ത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ S ശശികലയാണ് വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിനെയാണ് പരാജയപ്പെടുത്തിയത്. 11ാം ഡിവിഷൻ എറണാകുളം സൗത്തിൽ കോൺഗ്രസിലെ KVP കൃഷ്ണകുമാർ വിജയിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഐശ്വര്യ PA ആണ് പരാജയപ്പെടുത്തിയത്. 12ാം ഡിവിഷൻ ഗാന്ധിനഗറിൽ കോൺഗ്രസിലെ നിർമ്മല ടീച്ചറാണ് വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി T മായാദേവിയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 13ാം ഡിവിഷൻ കത്രക്കടവിൽ കോൺഗ്രസിലെ റിയ ലോറൻസ് വിജയിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഗ്രേസി ജോസഫിനെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു റിയ ലോറൻസിന്റെ വിജയം. 14ാം ഡിവിഷൻ എറണാകുളം സെൻട്രലിൽ തുടർച്ചയായി BJP സ്ഥാനാർത്ഥി സുധ ദിലീപ് കുമാർ വിജയിച്ചു കയറുന്ന ചിത്രമാണ് കാണാൻ കഴിഞ്ഞത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മനു ജേക്കബിനെയാണ് ഇവിടെ സുധ ദിലീപ് കുമാർ പരാജയപ്പെടുത്തിയത്. 15ാം ഡിവിഷൻ എറണാകുളം സൗത്തിൽ UDFിലെ അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ വിജയിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി നെവിൻ എന്നെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 16ാം ഡിവിഷൻ കലൂർ സൗത്തിൽ കോൺഗ്രസിലെ MG അരിസ്റ്റോട്ടിലാണ് വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി KV മനോജിനെയാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അരിസ്റ്റോട്ടിൽ പരാജയപ്പെടുത്തിയത്. 17ാം ഡിവിഷൻ കലൂർ നോർത്തിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്ന TK അഷ്റഫാണ് വിജയിച്ചത്. ഇവിടെ LDFിലെ PM ഹാരിസിനെ TK അഷ്റഫ് പരാജയപ്പെടുത്തുകയായിരുന്നു. 18ാം ഡിവിഷൻ തൃക്കണാർ വട്ടത്ത് NDA സ്ഥാനാർത്ഥി വിജയിച്ചു. ഡോക്ടർ ജലജ S ആചാര്യയാണ് ഇവിടെ NDAക്ക് വേണ്ടി വിജയക്കൊടി പാറിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിറാസ് ബാവയാണ് പരാജയപ്പെടുത്തിയത്. 19ാം ഡിവിഷൻ അയ്യപ്പൻകാവിൽ കോൺഗ്രസിലെ ദീപക് ജോയ് വിജയിച്ചു. സന്തോഷ് ജോസഫ് പൂതുള്ളിലാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 21ാം ഡിവിഷൻ എളമക്കര സൗത്തിൽ കോൺഗ്രസിലെ VR സുധീർ വിജയിച്ചു. R നിഷാദ് ബാബുവിനെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 22ാം ഡിവിഷൻ പച്ചാളത്ത് കോൺഗ്രസിന്റെ ആൽബർട്ട് അമ്പലത്തിങ്കൽ വിജയിച്ചു. LDFിലെ അഡ്വക്കേറ്റ് EM സുനിൽകുമാറിനെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയായിരുന്നു ആൽബർട്ട് അമ്പലത്തിങ്കലിന്റെ വിജയം. 23ാം ഡിവിഷൻ തട്ടായത്ത് UDFന്റെ സിബി ജോൺ വിജയിച്ചു. ആന്റണി SJ ആണ്
ഇവിടെ പരാജയപ്പെടുത്തിയത്. 24-ാം ഡിവിഷൻ വടുതല വെസ്റ്റിൽ UDFിലെ ജിസ്മി ജെറാൾഡ് തൊട്ടടുത്ത എതിർ സ്ഥാനത്ത് മേരി ജോർജിനെ പരാജയപ്പെടുത്തി. 25-ാം ഡിവിഷൻ വടുതല ഈസ്റ്റിൽ UDFിലെ ഹെൻറി ഓസ്റ്റിൻ തൊട്ടടുത്ത എതിർ സ്ഥാനത്ത് OP സുനിലിനെ പരാജയപ്പെടുത്തി. 26 എളമക്കര നോർത്തിൽ LDFിലെ ബീന മഹേഷാണ് വിജയിച്ചത്. അഡ്വക്കേറ്റ് രഞ്ജിനിയാണ് ഇവിടെ ബീന മഹേഷ് പരാജയപ്പെടുത്തിയത്. 27-ാം ഡിവിഷൻ പുതുക്കലവട്ടത്ത് UDFിലെ സീന ടീച്ചർ വിജയിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനത്ത് ഗിരീഷ് VR ആണ് പരാജയപ്പെട്ടത്. 28-ാം ഡിവിഷൻ കുന്നുംപുറത്ത് LDFിലെ ജഗദാംബിക വിജയിച്ചു. പ്രിയ രാജേഷിനെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 29-ാം ഡിവിഷൻ പോണേക്കരയിൽ UDFിലെ നിമ്മി മറിയം വിജയിച്ചു. ലിസ പായസാണ് ഇവിടെ പരാജയപ്പെട്ടത്. 30-ാം ഡിവിഷൻ ഇടപ്പള്ളിയിൽ UDFിലെ അബ്ദുൽ ലത്തീഫ് വിജയിച്ചു. അഡ്വക്കേറ്റ് ദീപ വർമ്മയാണ് ഇവിടെ പരാജയപ്പെട്ടത്. 31-ാം ഡിവിഷൻ ചങ്ങമ്പുഴയിൽ UDFിലെ സിനി ആനന്ദ് വിജയിച്ചു. പ്രിയ പ്രവീണാണ് ഇവിടെ പരാജയപ്പെട്ടത്. 32-ാം ഡിവിഷൻ ദേവംകുളങ്ങരയിൽ UDFിലെ വിജയകുമാർ വിജയിച്ചു. രാജേഷ് SNയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 33-ാം ഡിവിഷൻ പാലാരിവട്ടത്ത് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് മിനിമോൾ BK വിജയിച്ചു. R രതീഷാണ് ഇവിടെ പരാജയപ്പെട്ടത്. 34-ാം ഡിവിഷൻ സ്റ്റേഡിയം വാർഡിൽ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് വിജയിച്ചു. ജോർജ് നാനാട്ടാണ് ഇവിടെ പരാജയപ്പെട്ടത്. 35-ാം ഡിവിഷൻ കരണംകോടത്ത് കോൺഗ്രസിലെ ഗേളി റോബർട്ട തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി അജി ഫ്രാൻസിസിനെയാണ് പരാജയപ്പെടുത്തിയത്. 36-ാം ഡിവിഷൻ പുതിയ റോഡ് വാർഡിൽ UDFിലെ മോളി ചാർലി വിജയിച്ചു. റീന ടീച്ചറെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 37 പാടിവട്ടത്ത് UDFിലെ ഷിബി സോമൻ വിജയിച്ചു. ഷെയ്നി അനിൽകുമാറാണ് ഇവിടെ പരാജയപ്പെട്ടത്. 38-ാം ഡിവിഷൻ വേണലയിൽ UDFിലെ സാബു കോറോത്ത് MP മുരളീധരനെ പരാജയപ്പെടുത്തി. 39-ാം ഡിവിഷൻ ചക്കരപ്പറമ്പിൽ UDFിലെ അഡ്വക്കേറ്റ് PM നസീമ വിമിത ബിജോയിയെ പരാജയപ്പെടുത്തി. 40-ാം ഡിവിഷൻ ചളിക്കവട്ടത്ത് UDFിലെ ബിനു വിജു വിജയിച്ചു. രേഷ്മ അഭിയാണ് ഇവിടെ പരാജയപ്പെട്ടത്. 41-ാം ഡിവിഷൻ തമ്മനത്ത് UDFിലെ ദിവ്യ രാജേഷ് വിജയിച്ചു. സുമ സുന്ദരനാണ് ഇവിടെ പരാജയപ്പെട്ടത്. 42-ാം ഡിവിഷൻ ഇളംകുളത്ത് UDFിലെ നിഷ പീഡിയാണ് വിജയിച്ചത്. കലാ സാജുവിനെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 43-ാം ഡിവിഷൻ ഗിരിനഗറിൽ കോൺഗ്രസിലെ PD മാർട്ടിൻ വിജയിച്ചു. മാലിനി കുറുപ്പാണ് ഇവിടെ പരാജയപ്പെട്ടത്. 44-ാം ഡിവിഷൻ പൊന്നുരുന്നിയിൽ KK പ്രദീപ് കുമാർ LDF വിജയിച്ചു. MX സെബാസ്റ്റ്യനെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. 45-ാം ഡിവിഷൻ പൊന്നുരുന്നി ഈസ്റ്റിൽ LDFിലെ ബീന ദിവാകരൻ വിജയിച്ചു. ജെയിൻ ഗ്രേയാണ് ഇവിടെ പരാജയപ്പെട്ടത്. വൈറ്റിലയിൽ VP ചന്ദ്രൻ വിജയിച്ചു. AB സാബുവാണ് ഇവിടെ പരാജയപ്പെട്ടത്. പൂണിത്തുറയിൽ ഹരീഷ് കുമാറാണ് വിജയിച്ചത്. ജെയിംസ് മാത്യു ആണ് ഇവിടെ പരാജയപ്പെട്ടത്. വൈറ്റില ജനതയിൽ UDF സ്ഥാനാർത്ഥി അനു കെ തങ്കച്ചൻ വിജയിച്ചു. ബൈജു തോട്ടാളിയാണ് ഇവിടെ പരാജയപ്പെട്ടത്. കടവന്ത്രയിൽ UDF സ്ഥാനാർത്ഥി ജിസൺ ജോർജ് വിജയിച്ചു. KR വേണുഗോപാലാണ് ഇവിടെ പരാജയപ്പെട്ടത്. പനമ്പള്ളി നഗറിൽ UDFിലെ ആന്റണി പൈനുതറ വിജയിച്ചു. പത്മജ S മേനോനാണ് ഇവിടെ പരാജയപ്പെട്ടത്. ഡിവിഷൻ 51 പെരുമാണൂരിൽ UDFിലെ KX ഫ്രാൻസിസ് വിജയിച്ചു. ജോൺസൺ ലോപ്പസ് ആണ് ഇവിടെ പരാജയപ്പെട്ടത്. 52 കോന്തുരുന്തിയിൽ UDFിലെ അഭിഷേക് KS വിജയിച്ചു. LDFിലെ PR റനീഷിനെയാണ് പരാജയപ്പെടുത്തിയത്. 53 തേവരയിൽ LDFിലെ എലിസബത്ത് ടീച്ചർ വിജയിച്ചു. ക്രിസ്റ്റീന സിക്കേരയാണ് ഇവിടെ പരാജയപ്പെട്ടത്. 54 ഐലൻഡ് സൗത്തിൽ UDFിലെ ഷാഗ്രത വിജയിച്ചു. LDFിലെ നിമിഷ ബാബുവാണ് ഇവിടെ പരാജയപ്പെട്ടത്. 55 കടയഭാഗത്ത് LDFിലെ അശ്വതി ജോഷി വിജയിച്ചു. മഞ്ജുഷ രജീവനാണ് ഇവിടെ പരാജയപ്പെട്ടത്. 56 പള്ളുരുത്തി ഈസ്റ്റിൽ LDFിലെ NP ശാന്തിനി വിജയിച്ചു. UDFിലെ നീതു തമ്പിയാണ് പരാജയപ്പെട്ടത്. 57 തഴുപ്പിൽ LDFിലെ സുജാത സാബു വിജയിച്ചു. UDFിലെ രാജി രാജനാണ് ഇവിടെ പരാജയപ്പെട്ടത്. 58 ഇടക്കൊച്ചി സൗത്തിൽ LDFിലെ KJ ബേസിൽ വിജയിച്ചു. ബിജു അറക്കപ്പാടത്താണ് ഇവിടെ പരാജയപ്പെട്ടത്. 59 ഇടക്കൊച്ചി സൗത്തിൽ UDFിലെ ലസിത പീറ്റർ വിജയിച്ചു. ഷാനിറ ജസ്റ്റിൻ ആണ് ഇവിടെ പരാജയപ്പെട്ടത്. 60 പെരുമ്പടപ്പിൽ LDFിലെ ലിഖിത NX വിജയിച്ചു. കോൺഗ്രസിലെ സജന യേശുദാസ് ആണ് ഇവിടെ പരാജയപ്പെട്ടത്. 61 കോണം വാർഡിൽ LDFിലെ CR ബിജു വിജയിച്ചു. UDFിലെ P രാജേഷാണ് ഇവിടെ പരാജയപ്പെട്ടത്. 62 പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ LDFിലെ VA ശ്രീജിത്ത് വിജയിച്ചു. UDFിലെ NR ശ്രീകുമാറാണ് ഇവിടെ പരാജയപ്പെട്ടത്. 63 നമ്പ്യാപുരം വാർഡിൽ LDFിലെ റാഷിദ ഹുസൈൻ വിജയിച്ചു. UDFിലെ ഷീജ പടിപ്പുരകലാണ് ഇവിടെ പരാജയപ്പെട്ടത്. 64 പള്ളുരുത്തിയിൽ UDFിലെ ഗീതാ പ്രഭാകരൻ വിജയിച്ചപ്പോൾ LDFിലെ അഡ്വക്കേറ്റ് നീതു പ്രശാന്താണ് പരാജയപ്പെട്ടത്. 65 പുല്ലാർ ദേശം വാർഡിൽ LDFിലെ ഹേമ ടീച്ചർ വിജയിച്ചു. UDFിലെ മഞ്ജു S ബാബുവാണ് പരാജയപ്പെട്ടത്. 66 തറയഭാഗത്ത് LDFിലെ ലവിത നെൽസൺ വിജയിച്ചു. UDFിലെ ജാൻസി ജോസഫാണ് പരാജയപ്പെട്ടത്. 67 തോപ്പുംപടിയിൽ UDFിലെ ജോസഫ് സുമിത് വിജയിച്ചു. LDFിലെ ഷീബ ഡുറോമാണ് ഇവിടെ പരാജയപ്പെട്ടത്. 68 മുണ്ടംവേലി ഈസ്റ്റിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച KJ പ്രകാശൻ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ആഷ്ലി ജേക്കബിനെ പരാജയപ്പെടുത്തി. 69 മുണ്ടംവേലിയിൽ UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് കൗൺസിലർ കൂടിയായ മേരി കലിഷ്ട പ്രകാശിനെയാണ് പരാജയപ്പെടുത്തിയത്. 70 മാനാശ്ശേരിയിൽ LDFിലെ നിഷ ജോസഫ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി റെക്സി KJയാണ് പരാജയപ്പെടുത്തിയത്.
71 മൂലങ്കുഴിയിൽ LDF-ലെ ജോസഫ് ഫെർണാണ്ടസ് വിജയിച്ചു. UDF-ലെ ഷീല തദേവുസിനെയാണ് പരാജയപ്പെടുത്തിയത്. 72 ചുള്ളികളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാസ്റ്റിൻ ബാബു ആണ് വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ ആന്റണിയെയാണ് പരാജയപ്പെടുത്തിയത്. 73 നസ്രത്ത് ഡിവിഷനിൽ LDF-ലെ യേശുദാസ് ആണ് വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി പ്രമോദ് KSനെയാണ് പരാജയപ്പെടുത്തിയത്. 74 പനയപ്പള്ളിയിൽ BJP സ്ഥാനാർത്ഥി അശ്വതി ഗിരീഷാണ് വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ എലിസബത്ത് ജെയിംസിനെയാണ് പരാജയപ്പെടുത്തിയത്. 75 അമരാവതിയിൽ BJP-ലെ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് വിജയിച്ചു. സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ് അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്. LDF-ലെ K അജേഷാണ് ഇവിടെ പരാജയപ്പെട്ടത്. 76 ഫോർട്ട് കൊച്ചി വെളിയിൽ LDF-ലെ മഞ്ജുള അനിൽകുമാർ വിജയിച്ചു. കോൺഗ്രസിലെ റോസ്മേരി വിൽസനെയാണ് ഇവിടെ മഞ്ജുള അനിൽകുമാർ പരാജയപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.